അടുത്തതോടെ മറ്റെല്ലാ മണ്ഡലങ്ങളെയും പോലെ ചർച്ചയാകുന്ന മണ്ഡലമാണ് വയനാട്. സ്മൃതി ഇറാനിക്കെതിരെ അമേഠിയിൽ മത്സരിക്കാൻ ഭയക്കുന്ന രാഹുൽ എന്തായാലും വയനാട് തന്നെ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ആനി രാജയ്ക്കും രാഹുലിനുമെതിരെ BJP വയനാട്ടിൽ ദേശീയ മുഖം തന്നെ ഇറക്കുമോ എന്നതിൽ ആകാംക്ഷയിലായിരിക്കുകയാണ് കേരള ജനത. ഇന്ത്യ മുന്നണിയിലെ രണ്ടുപേർ പോരടിക്കുന്ന മണ്ഡലത്തിൽ നിസാരക്കാരനാവില്ല സ്ഥാനാർത്ഥിയെന്ന് BJP നേതാക്കൾ നൽകുന്ന സൂചന. വയനാട്ടിൽ പാൻ ഇന്ത്യ പോര് നടക്കുമോ എന്നാണ് ചോദ്യം ഉയരുന്നത്. പ്രായം 15 വയനാട് ലോക്സഭാ മണ്ഡലത്തിന്. കോൺഗ്രസ് കോട്ടയായി കാണുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ രാഹുൽ എത്തിയതോടെ VIP മണ്ഡലമായി മാറി. പാൻ ഇന്ത്യ സ്റ്റാറ്റസും ലഭിച്ചു. ഇത്തവണയും വോട്ടർമാരെ കൈപിടിക്കാൻ രാഹുലുണ്ട്. പക്ഷെ ഇത്തവണ ആദ്യം കളത്തിലിറങ്ങിയത് ആനി രാജയാണ്. മുഷ്ടി ചുരുട്ടി ഇൻകുലാബ് വിളിച്ച് ആനി രാജ മുന്നോട്ട് പോവുകയാണ്. പ്രചരണത്തിലും ഒരുപടി മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇനി മണ്ഡലം കാത്തിരിക്കുന്നത് NDA സ്ഥാനാർത്ഥിയെയാണ്. ദേശീയ മുഖം വരുമെന്നാണ് ജില്ലയിലെ BJP നേതാക്കൾ നൽകുന്ന സൂചന. നേരത്തെ BDJS മത്സരിച്ച സീറ്റാണ് വയനാട്. ഇത്തവണ BJP തന്നെ മത്സര രംഗത്തുണ്ടാകും. രാഹുൽ വരുമോ ഇല്ലയോ എന്നറിയാനാണ് കാത്തുനിന്നത്. രാഹുൽ എത്തിയ സ്ഥിതിക്ക് ദേശീയ നേതാവ് തന്നെ BJPക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ സാധ്യതയുണ്ട്. ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അബ്ദുള്ളക്കുട്ടി വടക്കേ വയനാട് സുപരിചിതമാണ്. നേരത്തെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു വടക്കേ വയനാട്. അന്ന് LDF പ്രതിനിധിയായിരിക്കെ ഇന്നത്തെ മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിൽ സജീവമായിരുന്നു അബ്ദുള്ളക്കുട്ടി. ഈ ചരിത്രം തുണയാകുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. എന്തായാലും പ്രഖ്യാപനം വരെ കാത്തിരിപ്പ് നീളും. ഏതായാലും ഇടതുപക്ഷവും വലതുപക്ഷവും BJP കളത്തിലിറക്കുന്ന ആരെന്നറിയാൻ കാത്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.